ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വന്നത് റോബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഇൻവോൾവ് 1x+ ഫീഡ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മളൊരു ആനിമൽ ആയിരിക്കും. നമ്മളിപ്പം ഫസ്റ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ഒരു അണ്ണാൻ കുട്ടിയായിട്ടാണ്. ഓക്കെ, നമ്മളെ കൂടെ വേറെ ഒരു അണ്ണാൻ കുട്ടിയുണ്ട്, ബെക്കോൺ എന്നാണ് അണ്ണാൻ കുട്ടീൻ്റെ ഇംഗ്ലീഷ് വേർഡ്. ഓക്കെ, നമ്മളിപ്പോൾ ലെവൽ നോക്കുവാണെങ്കിൽ 3 പിന്നെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ കോഴിയിലോട്ടേക്ക് പോകാനാവും. നമ്മളങ്ങനെ കോഴിയിലോട്ടേക്ക് പോവാണ്, ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു കോഴിയല്ല, പക്ഷേ ഈ ഗെയിമിൽ ഞാൻ ഒരു കോഴിയാണ്. തിരിഞ്ഞല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞേ, നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കറ്, ഞാൻ ഒരു കോഴിയാണെന്നൊന്നും വിചാരിക്കറ്. ഓക്കെ, കൂട്ടിക്കോ, ലെവൽ കൂട്ടിക്കോ. ഓക്കെ, ഇവിടെ റോബക്സ് കൊടുത്തിട്ട് എന്തെല്ലോ വാങ്ങാനാവും. ആൽഫ ഡ്രാഗൺ, ആൽഫ ടീറക്സ്. ഓക്കെ, ടീറക്സ് അടക്കമുണ്ട്. അപ്പം നമ്മളിത് പരമാവധി ഇൻവോൾവ് ആക്കണം. നമ്മളെ സ്പീഡ് നമ്മൾ കൂട്ടിയിട്ട് വേണം നമ്മളെ കഴിവ് നമ്മൾ തെളിയിക്കാൻ. നമുക്ക് റീബേർത്ത് ഉണ്ട്, 25 ലെവലായ റീബേർത്ത് ചെയ്യാനാവും. നമുക്കിതിൽ പരമാവധി ഗെയിം തീർക്കാൻ പറ്റുമെന്ന് നോക്കണം. ഗെറ്റ് എ വിന്ന്. ഓക്കെ, നമുക്കപ്പോൾ പോകാനാണ് പറയുന്നത്, ഗെറ്റ് എ വിന്ന്. ഓക്കെ, നമുക്ക് നോടാം. ഓക്കെ, എന്താണിത് കോഴി ഇങ്ങനെ ഓടുന്നു, കുറച്ച് സ്പീഡിൽ ഓടപ്പാ. കോഴിക്ക് തീരെ സ്പീഡില്ലേ. ഓക്കെ, നമ്മളിതാ പോകുന്നതാണ്. നമ്മളിതാ ഒന്നാമത്തെ നമ്മൾ വെറും നടത്തത്തിൽ തന്നെ തീർക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഒരു ഇടവുണ്ട്, നമ്മളപ്പം തുള്ളണം. ഓക്കെ, ഇവിടെ ഒരു അരയന്നം പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ട്, ഡക്കാന്ന് തോന്നുന്നു, ഡക്ക്. അതുകൊണ്ട് നമുക്കൊരു വിന്നെടുത്തിട്ട് മടങ്ങാം. അതാണ് അല്ലേ, അവിടെ എന്തോ കാണിക്കുന്നുണ്ടല്ലോ, ഇൻവോൾവ്. ഓക്കെ, നമ്മളങ്ങനെ റാബിറ്റായി മാറിയിട്ടുണ്ട്. എന്നെ നേരെ ഇൻവോൾവ് റാബിറ്റിലോട്ട്. ഓക്കെ, അതാവാത്ത ഇൻവോൾവ്. എടാ, ഇൻവോൾവ് ആകുന്നില്ല. ഒറ്റ മിനിറ്റ്. എടാ, 10 വിന്ന് വേണം, എന്നാലേ ഇൻവോൾവ് ആകും. ഓക്കെ, ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ വിന്നിന്? ഓക്കെ, ഇവിടെ വേറെന്തോ ഉണ്ട്. ഓരോ വിന്ന് 3 വിന്നിന് 2 സ്റ്റെപ്പായിട്ട് നമുക്ക് ഇൻക്രീസ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഓടാൻ. നമുക്ക് 10 വിന്നെടുത്തിട്ട് വേണം നമുക്ക് റാബിറ്റ് ആവാൻ, മുയൽക്കുട്ടനാവാൻ. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റേജ് പോലും കിടക്കുന്നുള്ളൂ. ഒന്നാമത്തെ നമുക്കങ്ങനെ 10 നമുക്ക് വെറുതെ അരയന്നത്തിനെ വിട്ട് പോകാൻ പറ്റുമെന്ന് നോക്കിയാലോ. പറ്റുമായിരിക്കും. പറ്റും. ഓടിക്കോ. ഓക്കെ, അങ്ങനെ നമുക്ക് 3. എടാ, നമുക്ക് നമ്മൾ ഓവർ കഴപ്പ് കാണിച്ചിട്ട് ഇപ്പുറത്തേക്ക് പോകാൻ നോക്കിയാലോ. അവിടെ ഒറ്റ മൈൻഡ്. നമ്മൾ ഈടെ ഇപ്പം നിൽക്കുക, അത് ഈടെ നിൽക്കുക. അപ്പം നമ്മൾ ഓടണം. ഓടി ഇവിടെ. ഓക്കെ, ജസ്റ്റ് അത്രയേ ഉള്ളൂ, നമ്മൾ കഴിവേറി തന്നെ. ഓക്കെ, ഇത് പോയപാടെ നമ്മൾ ഓടണം. ഓട് തുള്ളിക്കോ. ഓക്കെ, അത് നേരെ ലാവയിലോട്ടാണ്. നമ്മളിപ്പോൾ കരിഞ്ഞ തന്തൂരി ചിക്കൻ 65 പോലെ ആവുമതിനും. ഓക്കെ, ഇതൊന്ന് പോയാൽ നമ്മൾ ഓടണം. ഇവിടെ തലയിലാട്ടം വീണയില്ല, കോമഡി ആയിരിക്കും. ഓടിക്കോ. ഇങ്ങനെ 7 വിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 8 വിന്നായിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പിൻ്റെ ഇൻക്രീസ് ആക്കാം. എനിക്ക് വേണം നമുക്ക് ഇതാക്കാം. ഓക്കെ, സ്റ്റെപ്പ് നമുക്കിങ്ങനെ സ്പീഡ് കൂടുന്നതായിരിക്കും. നമുക്ക് 4 വെച്ച് കയറുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു ഷോപ്പുണ്ട്, ഐറ്റം ഷോപ്പ്. അയ്യോ, ഇതൊന്നും നടക്കൂല, അല്ല നല്ല പണിയുണ്ട്. അപ്പം നമുക്ക് നേരെ പോവാം. ഇതെന്തെന്നാ റാപ്റ്റർ. ആൽഫ റാപ്റ്റർ, ആൽഫ വൂൾഫ്, ആൽഫ റോച്ചിയ. അല്ല, അത് മറ്റേ ഒട്ടക പക്ഷിയാണ്. ഓക്കെ, ഓടിക്കോ. നമ്മളിങ്ങനെ ലെവൽ 12 ആയിട്ടുണ്ട്. എടുക്കും. നമ്മൾ ഈ അരയന്നത്തിനെല്ലാം സുഖമായിട്ട് പൊട്ടിക്കും. അരയൊന്നും നമുക്കൊന്നുമല്ല. അതെന്താടാ പോയേ? എന്താടാ ചെലന്തിക്കുട്ടനാ? സ്പൈഡർമാൻ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇടുന്ന് പരമാവധി. അല്ല, പോലെ ആദ്യം അത് ഇങ്ങോട്ട് വരട്ടെ. എനിക്കോണം ഇൻവോൾവ്. അയ്യാ, എന്ത് പൊട്ടത്തരാടാ ഞാൻ കളിച്ചു കൂട്ടി നടക്കല്ലോ. ഇത് എനക്കെന്നെ തിരിയുന്നില്ല. ഓടിക്കോ. കണ്ടം വഴി പോകാനോ. അതെന്തോ മെസ്സേജ് വരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ അത്യാവശ്യം സ്പീഡ് കൂടിയോണ്ട്. അതെന്താടാ പോക്കടെ പോന്നേ. അയ്യോ, അരയന്നോ. ഓക്കെ, അരയന്നാൽ നമ്മളെ വൈ തന്നെ വാല് വിളക്കി വിടുന്നുണ്ട്. നമ്മളെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് ഇവിടെ നിൽക്കാം. നേരത്തെ കാണിച്ച പൊട്ടത്തര പോലെ. പൊട്ടൻ. ഈ കോഴി പൊട്ടനാണോ അല്ലെങ്കിൽ ഞാൻ പൊട്ടനാണോ? എനക്കൊന്നും തിരിയുന്നില്ല. ഓക്കെ, ഇവിടുന്ന് റിവാർഡ് ക്ലൈം ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് വെരിഫൈ എന്തെല്ലാം ഉണ്ട്, അതൊന്നും വേണ്ട. നമുക്ക് പരമാവധി ഓടുക. റീബേർത്ത് ചെയ്യേണ്ട അവസ്ഥയിലായിട്ടുണ്ട്. നേരത്തെ നല്ല സ്മൂത്ത് കളിച്ചപ്പോൾ ഇപ്പാണെ ആ കളി പോലും ഇല്ല. ഓക്കെ, നമ്മളെ കൂടെ നമ്മളെ കണ്ട സ്പീഡുള്ള കോഴിയുണ്ട്. അതെന്ത് കോഴിയാടത്?
ഓക്കെ ഇത് വരും നമ്മൾ ഓടും. ഓക്കെ നമ്മൾ ഓടി ഇങ്ങോട്ട് തുള്ളിക്കോ. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ ഓടിക്കോ തുള്ളിക്കോ. ഓക്കെ ഓട് 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 ഓട്. ഓക്കെ 8-7 എടുക്കുക. നമുക്ക് അടുത്ത സാധനമായിട്ട് ഇൻവോൾവ് ആവാം. എന്നാൽ നമ്മളടുത്ത ഓക്കെ നമ്മളങ്ങനെ റാബിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓട്ടം നോക്കുക. നമ്മൾ റാബിറ്റ് കൂട്ടാനായിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മളെ റീബത്തിന് ഇവിടെ ഓരോന്നാക്കാനോ. ഓക്കെ നമ്മൾ 1 റീബത്ത് ആയിട്ടുള്ളൂ. ഇതെന്താ ഓക്കെ ഇതെല്ലാം നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് സ്പീഡ് നമുക്ക് ഓടിയിട്ട് തന്നെ എടുക്കാൻ നോക്കാം. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളിപ്പോൾ 16 ലെവലായിട്ടുണ്ട്. റീബത്തിന് 25 ലെവലാണ് വേണ്ടത്. ഓക്കെ തുള്ളി പോവാം. നമുക്ക് വേഗം പോവാം. റാബിറ്റിനെ ഒന്നും തൊടാനാവില്ല ആരെണ്ണത്തിന്. നമ്മൾ ഓടുന്നതായിരിക്കും. ഇത് വീണ പാട് പോകണം. ഓക്കെ ഓടിക്കോ. ജസ്റ്റ് മിസ്സാണ്. ഓടിക്കോ. പിന്നെ അടുത്ത വരുത്തെ നമ്മൾ പോകണം. ഓക്കെ അത്രയേ ഉള്ളൂ. നമ്മൾ സുഖമായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ കടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഓക്കെ സുഖമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ തുള്ളി. ജസ്റ്റ് മിസ്. ഓക്കെ ഇത് ഒരുപാട് തുള്ളിക്കോ. ഓക്കെ നമ്മളിത് കടക്കുന്നതായിരിക്കും. ഓക്കെ തുള്ളടാ. അയ്യോ ഇവിടെ എന്താ അവസ്ഥയാണ്. ആയിരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കല്ലേന്നേ ഞാൻ പറയൂ. അയ്യോ നമുക്ക് സ്പിന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സ്പിന്നില്ല. പിന്നെ ടെലിപ്പോർട്ട് ചെയ്യാനാവും. ടെലിപ്പോർട്ട് ഓരോ ഡയറക്ഷനിലോട്ടേക്ക് 9 വിന്നെടുത്താൽ സ്റ്റേജ് 3-ലെത്തും. അത്ര ഇതില്ല ഗൈസ്. നമുക്ക് 9 വിന്നൊന്നും എടുത്തില്ല നമ്മളിതുവരെ. അയ്യോ ഓടിക്കോ. എങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു സാധനം കടത്താൻ ഇനിയും വേണമായിരിക്കും. ഓക്കെ ഇതെല്ലാം നമുക്ക് സുഖമായിട്ടെത്താം. ഇതൊന്നും നമ്മൾ പേടിക്കേ വേണ്ട. ഓക്കെ നമ്മൾ സുഖമായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്നും സുഖമായിട്ട് എത്തിയാൽ മതി. ഇത് പോയപാട് നമ്മൾ ഓടണം. ഓടിക്കോ തുള്ളിക്കോ. അത്രയേ ഉള്ളൂ. ഓടിക്കോ. പൊട്ടത്തരം കളിക്കല്ല. പൊട്ടത്തരം ഇങ്ങനെ കളിക്കൂ. ഇടക്കിടക്ക് പൊട്ടത്തരാവും. അതൊന്നും നിങ്ങൾ നോക്കണ്ട ഗൈസ്. നിങ്ങൾ പരമാവധി പിന്നെ ലൈക്ക് അടിക്കാത്തവർ ഗൈസ് ഈ വീഡിയോ കാണുന്ന ആരും ലൈക്ക് അടിക്കുന്നു. എല്ലാവരും ലൈക്ക് അടിച്ച് അങ്ങ് കയറിക്കള. ഒന്നും നോക്കണ്ട. ലൈക്ക് അടിച്ച് അങ്ങ് പൊട്ടിച്ചള. പിന്നെ സബും കൂടി അങ്ങ് ചെയ്താളിയാ. ഓക്കെ നമ്മളിനി എനിക്കോ നിങ്ങൾ ലൈക്ക് അടിച്ചില്ല. അതായിരിക്കും നമ്മൾ നേരത്തെ മറ്റേത് കിടക്കാത്തത്. നിങ്ങൾ ലൈക്ക് അടിച്ച് നോക്കിയപ്പോൾ നമുക്ക് പരമാവധി നോക്കാം. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നെയും കിടക്കുന്നതായിരിക്കും. 7 വിന്ന് എടുക്കണോ വേണ്ട. നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ നമ്മൾ സുഖമായിട്ട് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തുള്ളിക്കോ. ഓക്കെ നമ്മൾ അറ്റത്ത് നിന്ന് തുള്ളാൻ നോക്കണം. അതൊക്കെ എന്തോ ഒരു ലാഗാട്ടം അടിക്കുന്ന പോലെ ഉണ്ട്. എന്തോ ഗ്ലിച്ചാണോ എന്നറിയില്ല. ഇതാ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഗൈസ്. അതന്നെ നിങ്ങളെ ലൈക്കിൻ്റെ പവറാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ഓക്കെ ഇനി ഓടിക്കോ തുള്ളിക്കോ. അത്രയേ ഉള്ളൂ. 15 വിന്ന് എടുത്തോ. ഓക്കെ നമുക്കങ്ങനെ 15 വിന്ന് കിട്ടിയിട്ടുണ്ട്. 12 വിന്നിന് 4 സ്റ്റെപ്പായിട്ട് വർദ്ധിക്കുന്നതാണ്. നമ്മളങ്ങനെ 12 വിന്നിന് അതെടുത്തിട്ടുണ്ട്. ഇനി എന്തായിട്ടാണ് ഞാൻ ഇൻവോൾവ് ആവേണ്ടത്? ഓക്കെ നമ്മളിനി ഗൂസായിട്ടാണ് ഗൈസ്. ഗൂസ് എന്ന് പറയുമ്പോൾ ഡക്കല്ല, താറാവ് തന്നെയല്ലേ. ഓക്കെ ഗൈസ് അതിന് 25 വിന്നാണ് വേണ്ടത്. ഓക്കെ നമ്മളിപ്പം നല്ല രീതിക്ക് കൂടുന്നുണ്ട് നമ്മളെ സ്പീഡ് അല്ല ലെവല്. നമുക്ക് സുഖമായിട്ട് പോവാം. ഇതാണ് നമ്മൾ പോക്കാണ് ഗൈസ്. നമുക്ക് പിന്നെ ഇതിനെന്താ ഉണ്ട് ഡെയിലി. ഓക്കെ അത് ഞാൻ കളക്ട് ചെയ്തതാണ്. ഇൻഡെക്സിൽ എന്നാളെ ഇൻഡെക്സ് എല്ലാം പൈസക്കാളുള്ളൂ. അയ്യോ ഇനി നടക്കുന്ന പരിപാടിയേ അല്ല. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ. പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് എന്തായിട്ടും ഈ ഒരു സാധനം വന്ന അവിടെ ഒറ്റ പോകാൻ പോവുക. കീഴിൽ ടോട്ടൽ 14 സ്റ്റേജ് ഉണ്ട്. ആ 14 സ്റ്റേജും കടന്നാൽ ഈ കളി നമുക്ക് തീർക്കാനാവും. അത് വല്ലാത്തൊരു പണിയായിപ്പോയി നമുക്ക് കിട്ടിയത്. ഇത് വന്നവിടെ തുള്ളിക്കോ. ഓക്കെ ഇനി അടുത്തൊരു തുള്ളി നമ്മൾ അങ്ങെത്തും. അടുത്തൊരു തുള്ളി. മണ്ടത്തരം കളിച്ച് കൂട്ടാൻ എന്നെ കഴിച്ചിട്ടേ കഴിച്ചു വേറെ ആരും ഉള്ളൂ. ഇങ്ങനത്തെ കുറച്ച് മണ്ടത്തരം ഉണ്ട് എൻ്റെ ഭാഗത്തുനിന്ന്. നമ്മളിങ്ങനെ ഓടി പോവുക. ഓക്കെ നമ്മളങ്ങനെ ലെവൽ 21 ആയിട്ടുണ്ട്. റീബേർത്ത് ചെയ്യേണ്ട സമയം ആകെയാ. നൈസ് വർക്ക്. ഓക്കെ നൈസ് വർക്കാണത്. അത് നല്ലൊരു ബുദ്ധിപരമായ കളിയാണ് ഞാൻ കളിച്ചതാടാ. ഇതേപോലത്തെ ബുദ്ധി ആയിരിക്കും കൊടുക്കരുതെന്ന് വേണം നമ്മൾ ഈ ഗെയിമിൻ്റെ കൂടി പറയാൻ. ഓടിക്കോ. ഓക്കെ 21 ഇത് വന്ന പാടെ നമുക്ക് പോകണം. ഒന്ന് തുള്ളിക്കോ. ഓക്കെ പെർഫെക്റ്റ്. ഓട് തുള്ളിക്കോ. അടുത്ത വരും പോവും. നമ്മളത്രയേ ഉള്ളൂ. നമ്മൾ സുഖമായിട്ട് ഇങ്ങെത്തിയിട്ടുണ്ട്. യോ എന്താണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ഇനിയും സ്പീഡ് കൂട്ടി ഞാനിനി
പക്ക പവറായിരിക്കും. ഇനി നമുക്ക് അടുത്തതിലേക്ക് ഇൻവോൾവ് ആവാൻ പറ്റുമെന്നറിയില്ല ഇങ്ങനെ പോകുന്നതാണെങ്കിൽ. ഓക്കെ ബാ. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ അതും പെർഫെക്റ്റ്. ഇതെല്ലാം നമുക്ക് ഓക്കെയാണ്. ഇവിടുന്ന് ഇടയ്ക്കൊരു പൊട്ടത്തരം കളിക്കലുണ്ട്. അത് നമ്മളൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് തിരക്കുണ്ടായി. നമുക്ക് മെല്ലണ പോയാൽ പനിയും നിന്നാന്ന്. പക്ഷെ എലി എന്നാണ് പറയുന്നത്, റാബിറ്റ് പനിയൊന്നും തിന്നൂല. റാബിറ്റ് വേണ്ടത് ഇതാണ്, ക്യാരറ്റാണ്. അതുകൊണ്ട് നമുക്ക് റാക്കറ്റ്. അയ്യോ ചത്തു പോവിനിപ്പോൾ. ഓക്കെ എടാ ഇത് നല്ല പണിയുള്ള കാര്യമാണ്. പൊട്ടത്തരം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയ പൊട്ടത്തരം കളിച്ചു കൂട്ടാൻ വേറെ ആരുമില്ല. ബോസ് വൈസ് ബിഗിൻ. ഓക്കെ ഇതെന്തോ ഉണ്ടല്ലോ ഇടാ. ഓക്കെ നമ്മളിങ്ങനെ അതെന്തോ കുറച്ച് സമയം കഴിഞ്ഞാൽ അതാവും. നമുക്ക് എന്തായിട്ടും അടുത്ത പരിപാടി ഔട്ടേക്ക് നോക്കാം. ബിയും പൊടടാ, ഒന്ന് ബി ഓട്. നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഇതിനെ പരമാവധി ഇൻവോൾവ് ആക്കിയിട്ട് എടുക്കുക എന്നാണ്. ഓക്കെ ഇനി അടുത്ത ഇൻവോൾവിന് എത്രയും എത്ര 25 വിന്നാ വേണ്ടോ? നമുക്ക് സുഖമായിട്ടാക്കാം. വിചാരിച്ചേണ്ട സുഖമായി. എടാ എന്തോ ഉണ്ടല്ലോ ട്രയൽ. എടാ ഓരോ ട്രയലിന് നമുക്ക് ഓരോ സ്പീഡ് കൂടും. പക്ഷേ ട്രെയിനിന് നമുക്ക് പൈസ ഇല്ല, അല്ല വിന്നില്ല. വിന്നുണ്ടെങ്കിലേ ട്രെയിനിനെ കൊണ്ട് കാര്യമുള്ളൂ. ഓക്കെ തുള്ളിക്കോ. ഓക്കെ എടാ ഇതാണ് മോനെ ഓറൈൻ മൊമെൻറ്റ്. നമുക്ക് ഈ 5 വിന്നങ്ങ് എടുക്കാം. ഓക്കെ 20 വിന്നായിട്ടുണ്ട്. ഇനി ഒരു 5 വിന്നുമായിട്ടുണ്ട്. നമുക്ക് ഇൻവോൾവ് ചെയ്ത് കളയാം. എന്നിട്ട് വേണം റീബേർത്ത് ചെയ്യാൻ. ആദ്യം ഒരു 5 വിന്നും കൂടി എടുക്കണം. 5 വിന്ന് എങ്ങനെയെങ്കിലും എടുക്കണം. ഓക്കെ ഈ ഡക്കിൻ്റെ അടുത്ത് നമ്മൾ ഓടണം, എന്നാലേ നമുക്ക് 5 വിന്ന് കിട്ടി. ഓക്കെ ഇത് ബേം പെരട്ടെ. ഇത് ഒന്നമാട് വേണം പോകാൻ, എന്നാലേ ഇൻവോൾവ് ചെയ്യാനാവും. ഓക്കെ ബേം പോട്ടെ. എടാ അടുത്ത പോട്ടെ. ഓക്കെ പെർഫെക്റ്റ്. അങ്ങനെ നമ്മൾ 7 വിന്ന് എടുത്തിട്ട് ഇൻവോൾവ് ചെയ്യാൻ പോകുന്നതാണ്. ബാഗിൽ ട്രയൽ വാങ്ങാൻ പറയുന്നുണ്ട്. ഓക്കെ വേണ്ടി ട്രയൽ വാങ്ങിയിട്ട് നോക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി ട്രയലിനൊന്ന് പകരം. ഓക്കേടാ 24 ആയിട്ടുണ്ട്. കുറച്ച് കൂടി. ഇനി ഞാൻ നേരത്തെ എത്ര സ്പീഡൊന്നും നോക്കിയില്ല, എൻ്റെ കൂടി വിട്ടുപോയി. ഇപ്പോൾ 24 വെച്ചിട്ടാണ് കയറുന്നത്. 24 12 6 ഏതെല്ലാം കയറുന്നുണ്ട്, ഒന്നും തിരിയുന്നില്ല. ഓക്കെ ഇത് നമ്മൾ ബിയും പോണം. തുള്ളിക്കോ. ഓക്കെ ഇത് നമ്മളിപ്പോൾ സ്മൂത്തായി ഇതെല്ലാം കിടക്കും. ഇനി നമുക്കിതൊന്നും ഒരു വലിയ പണിയേ അല്ല. കണ്ടാടാ ഇത്രയേ ഉള്ളൂ ഞാൻ. എടാ ഇതാണ് നമ്മളെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ. ബിയും പോടാ. എനിക്ക് റോബക്സ് പൊട്ടിക്കണം എന്നുണ്ട്, പക്ഷെ പൊട്ടിച്ചാൽ വേറെ പണി കിട്ടുവാനും പണിയുണ്ട്. കാരണം നമ്മൾ ഒരു ഗെയിം എന്ന് വെച്ചാൽ തീർക്കേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മൾ റോബക്സ് ഒന്നും പൊട്ടിക്കാണ്ട് തീർക്കണം. അതാണ് ഞാൻ റോബക്സ് പൊട്ടിക്കാത്തത്. അല്ലാണ്ട് റോബക്സ് നമുക്ക് പൊട്ടിക്കായിരുന്നു. നിങ്ങൾ ഡൂ കമൻറ്റ്. ഓക്കെ ഇനി മുതൽ റോബക്സ് പൊട്ടിക്കണം. നിങ്ങൾ ഡൂ കമൻറ്റ്. ഓക്കെ പിന്നെ നമുക്ക് റോബക്സ് പൊട്ടിക്കാൻ നോക്കേണ്ടതാണ്. ഓക്കെ ഇത് സുഖമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ തുള്ളിക്കോ. ഓക്കെ ഇതെല്ലാം നമ്മൾ സുഖമായിട്ട് കിടന്നിട്ടുണ്ട്. ഓക്കെ ഇനി ഇത് നമ്മൾ ശ്രദ്ധിക്കണം. 15 വിന്നെടുക്കുക പോവുക, അതാണല്ലേ. റീബേർത്ത്. ഓക്കെ നമുക്ക് റീബേർത്ത് ആയിട്ടുണ്ട്. എടാ നമ്മൾ ലെവൽ മൊത്തം പോയി. അയ്യോ പണി കിട്ടി. എടാ ഓക്കെ നമ്മൾ ലെവൽ നല്ല സ്പീഡ് കൂടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനി നമുക്ക് ഇതിൽ കയറാനാവും. കാരണം 1 റീബേർത്ത് ആയിട്ടുണ്ട്. ഓക്കെ നമുക്ക് എടാ ഇത് സ്പീഡിലവിടെ കയറുന്നത്. ഇനി എത്ര റീബേർത്തിന്? ഓക്കെ ഇനി 50 ലെവലാണ് പറയുന്നത്. നമുക്ക് സുഖമായിട്ട് കയറുന്നുണ്ട്. 50 നമുക്ക് വലിയ പണിയല്ല റാബിറ്റിനെ വെച്ച് കയറ്റാൻ. ഓക്കെ ആയിക്കോ സ്പീഡിലായിക്കണം, എന്നാലേ നമുക്ക് പരിപാടി നടക്കൂ. ഓക്കെ പരിപാടി നമ്മൾ നല്ല ഉഷാറാക്കി തന്നെ തീർക്കണം. ഓക്കെ ഇപ്പം തന്നെ 18 ആയിട്ടുണ്ട്. എന്ത് പെട്ടെന്നാ മക്കളെ കൂടുന്നത്, ഒന്നും പറയാനില്ല. ഓക്കെ നേരത്തെ കവാടം തുറന്നിട്ടുണ്ട്. ബോസ് ഫൈറ്റ്, ബോസിൻ്റെ ഹെൽത്ത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും പണി ഉണ്ടാവും, നമുക്ക് വെറുതെ ഒന്ന് പോയേക്കാം. ഓക്കെ നമുക്ക് ഇത്രയെല്ലാം മതിയായി. നമ്മൾ ബാക്കി ഓടുമ്പം കൂടിക്കോളും. എടാ ഇതൊന്ന് ഇത് കാളയാണെന്ന് തോന്നുന്നല്ലോ. ഡാമേജ്. ഓക്കെ നമ്മൾ അതിനിട്ട് ഡാമേജ് കൊടുക്കുന്നുണ്ടോ? അങ്ങനെയാണ്. എടാ അത് നടക്കുകയുള്ളൂ. അത് കുറേ സമയം എടുക്കും. നമുക്ക് അതിന് മുമ്പേ നമ്മൾ അടുത്തതിലേക്ക് ഇൻവോൾവ് ആവാൻ നോക്കണം. കാരണം അത്യാവശ്യം നല്ല സമയം എടുക്കും. ഓക്കെ ഗോട്ടാണ് ഗൈസ്. നമ്മളെ സ്വന്തം മെസ്സിനെയും നെയ്മറിനെയും റൊണാൾഡോനെയെല്ലാം പോലെ അതൊരു ഗോട്ടാണ് ഗൈസ്. ഗോട്ട് ഒരു ആട് ജീവിതം. ഓക്കെ പോട്ടെ ബിയം പോട്ടെ. ഓക്കെ ഓടിക്കോ. ഓട്. ഓക്കെ അടുത്ത വന്ന് നമ്മളപ്പോൾ ഓടണം. സുഖമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഒരു ഓട്ടത്തിന് ഇങ്ങത്തും, ഒരു ഓട്ടത്തിന് ഇങ്ങ്. ഓക്കെ ജമ്പ്. യോ
ഓക്കെ ഒരു ജമ്പ് അതെടാ ശരിക്കും ഇപ്പോൾ പറ്റിപ്പോണ്ടേന് ഞാൻ എന്തോ ജസ്റ്റ് മിസ്സിന് ഞാൻ ബുദ്ധി ഉപയോഗിച്ച് നോക്കി. ഓക്കെ ഇനി നമ്മൾ അടുത്തതിലോട്ടേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ ഇതാണ് നമ്മളെ സ്വന്തം ഗൂസ് എന്ന് പറഞ്ഞാൽ ഡക്കാണ്. നമ്മൾ നേരത്തെ അവിടെ കണ്ട ആ അരയന്നം തന്നെയാണിത്. അപ്പോൾ നമുക്കിനി സുഖമായിട്ട് പോവാം. അവിടെ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്താലോ? എന്നാൽ വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. അതാ നല്ല ടെലിപ്പോർട്ടെല്ലാം ചെയ്തിട്ട് വെറുതെ എന്തിനാ നമ്മളിങ്ങനെ വിന്നി കളയുന്നത്? ആ വിന്നിനെ കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. ഓക്കെ ഇവിടെ അധികം ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇത് ഇറക്കുന്നതായിരിക്കും. കാരണം ഇത് നമുക്ക് തീർത്തേ പറ്റൂ. ഇത് നമ്മളെ ഈഗോനെ ഉണർത്തിയിട്ടുണ്ട്. ഈഗോ എന്നായിട്ട് ശ്രമിക്കുക. ഓക്കെ പോട്ടെ. ഇതെല്ലാം നമുക്കിങ്ങനെ സുഖമായിട്ട് പോവായിരിക്കും. എടാ ഓക്കെ സുഖം എടാ സുഖം തന്നെ അടിപൊളി തന്നെ. എടാ 40 വിന്നുണ്ട്. ഇങ്ങോട്ടേക്ക് പോകാൻ മാക്സിമം 25 ലെവലാണ് വേണ്ടു. നമുക്ക് 27 ഉണ്ടടാ. പിന്നെ എന്ത് നോക്കണം, നമ്മളെന്ത് നോക്കി പേടിക്കണം? സുഖമായിട്ട് ഓടുക. ഓക്കെ നമ്മളങ്ങനെ അടുത്ത് എത്തി മക്കളെ, എത്തി 100 വിന്ന്. ഇങ്ങോട്ടേക്ക് പോകാൻ 30 വേണം. നമ്മൾ ആ 30 എടുക്കാം. എടാ നമുക്കൊന്ന് 30 ആക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ 30 എത്ര പെട്ടെന്ന് ആവുന്നൊന്നും അറിയില്ല. എടാ 100 വിന്ന് എടുക്കാം. അല്ലേ വേണ്ട 30 നമുക്ക് പിന്നെ ആക്കാം. ഇപ്പം 100 വിന്നാക്കിയിട്ടുണ്ട്. ഇനി എന്നാ പരിപാടി? എടാ 50 വിന്നിന് നമുക്ക് ഈടെ ഉണ്ട്. ഇനി ഇൻവോൾവ് ചെയ്യണം. എത്ര വേണം? എടാ 25 വേണ്ട. നമുക്ക് അപ്പം കാറ്റിലോട്ടേക്ക് പോയാൽ പോരെ? ഓക്കെ എന്താ ഐഡിയ എങ്ങനെയാണ് ഉണ്ട്? എടാ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കാറ്റായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കുള്ള ഇതിന് ഓക്കെ 50 വേണം. അടുത്ത ഇതിലോട്ടേക്ക് പോകാൻ നമുക്ക് ഓടിക്കും. നമ്മളെ കിങ്ങിണി പൂച്ചയായിട്ടുണ്ട്. കിങ്ങിണി പൂച്ചേനെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഓടുന്നത്. നമ്മൾ ആർക്കും പിടിക്കാനാവില്ല. കിങ്ങിണി പൂച്ചക്ക് നല്ല സ്പീഡാണ്. ഓക്കെ നമ്മളെ കിങ്ങിണി പൂച്ചനെ തൊടണമെങ്കിൽ ബുദ്ധി വേണ്ട. ഓക്കെ കിങ്ങിണി പൂച്ച മലന്നടിച്ച് കിടക്കുന്നുണ്ട്. പാവം അതിനെന്തോ പറ്റിയെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് നേരെ ടെലിപ്പോർട്ട് ചെയ്യാം. എത്രയാ? ഓക്കെ 21 വിന്ന് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടാടാ. അത് ഭയങ്കര ഇതായിപ്പോയി, നഷ്ടമായിപ്പോയി. നമ്മൾ വെറുതെ 21 വിന്ന് കളഞ്ഞ്. അത് ലോക നഷ്ടമായിപ്പോയി. ഓക്കെ അത് നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ഓക്കെ ഇവിടെ നമ്മൾ ഇതെല്ലാം നമുക്ക് സുന്ദരമായി പോവാം. നമ്മളെ കിങ്ങിണി പൂച്ചേനെയും വെച്ച് ഒരു ജമ്പ് പരിപാടിയാണ് നോക്കുന്നത്. കിങ്ങിണി പൂച്ച നല്ലോണം തുള്ളിക്കോ. നമ്മളെ കിങ്ങിണി പൂച്ചയ്ക്ക് ഹൈ ജമ്പിൽ ഫസ്റ്റ് കിട്ടിയതാണ്. നിങ്ങളോട് പറയാൻ മറന്നുപോയി. കിങ്ങിണി പൂച്ച വൻ ജമ്പാണ്. ഓക്കെ കിങ്ങിണി പൂച്ച തുള്ളിക്കോ. ഓക്കെ സുഖമായിട്ട് നമ്മൾ ഇങ്ങെത്തിയിട്ടുണ്ട്. 100 വിന്നുണ്ട്. ഇവിടെ 30 ലെവലാണ് പറയുന്നത്. നമ്മൾ 30 ലെവലായിട്ടുണ്ട്. ഓക്കെ ഇത് പോയപാട് നമ്മൾ അടുത്തുള്ള തുള്ളിക്കോ. ഇവിടെ ഒന്നുമില്ല. ഓക്കെ നമ്മൾ കിങ്ങിണി പൂച്ചേനെയും വെച്ച് അടുത്തൊരു ലെവലിലോട്ടേക്ക് പോയിട്ടുണ്ട്. ജസ്റ്റ് മിസ്സടാ. ഇവിടെ 40 ലെവലാണ് പറയുന്നത്. 250 എടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് നോക്കാം. ഓക്കെ 208ൻ്റെ ബാഗിൽ എന്താ ഉള്ളത്? ട്രെയിൽ വാങ്ങാനുള്ള പൈസ ഇല്ല ഗൈസ്. ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇൻവോൾവ് ചെയ്യണേ. ഓക്കെ നമ്മളങ്ങനെ പട്ടിക്കുട്ടനായി മാറിയിട്ടുണ്ട്. നമ്മളെ സ്വന്തം ഡോഗേഷ് കുമാറായി മാറിയിട്ടുണ്ട്. നമ്മൾ ഡോഗേഷ് കുമാറിനെ വെച്ചിട്ടാണ് പരിപാടി. മോനെ ഡോഗേഷ് കുമാറിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. അയ്യോ കുറച്ച് കാണിച്ചു കൊടുക്ക് ഡോഗേഷ് കുമാർ. നിങ്ങൾക്കായിരിക്കും അറിയില്ല നമ്മുടെ സ്വന്തം ഡോഗേഷ് കുമാറിനെ. ഇതൊന്നും നമ്മൾ ഡോഗേഷ് കുമാറിന് വലിയ പുത്തിരിയായ പണിയേ അല്ല. ഇത് സുഖമായിട്ട് കിടക്കും. ഇത്രയേ ഉള്ളൂ. ഡോഗേഷ് കുമാർക്ക് ജയ്. ഡോഗേഷ് കുമാറാണ് ഇന്നത്തെ താരം തന്നെ വേണേൽ പറയാം. ഡോഗേഷ് കുമാർ വിചാരിച്ച തീരാത്ത പണിയൊന്നുമല്ല ഇതൊന്നും. അതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പം പിന്നെ ഡോഗേഷ് കുമാർ ഈസ് എ വെരി 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 അൺകോമൺ ഡോഗേഷ് കുമാർ ആണ്. തീരെയും ബുദ്ധി ഗൈസ്. ഓക്കെ ഞാൻ ആദ്യം വിചാരിച്ചു ഡോഗേഷ് കുമാർ നല്ല പവറുള്ള ആളാണ്. തീരെയും ബുദ്ധി ഗൈസ്. ഓക്കെ നമ്മൾ ഡോഗേഷ് കുമാറെല്ലാം കണക്കണ്ടേ. ഓക്കെ ഇതിവിടെ വന്ന് വീഴലും നമ്മൾ ഓടലുമാണ് നമ്മളെ പരിപാടി. ഓടി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഇത് അടുത്ത വീണോ അടുത്ത പോട്ടെ. ഇവിടെ സുഖമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ തുള്ളിക്കോ. ഇവിടെ തുള്ള. ഓക്കെ എന്താടാ മലന്നടിച്ച് വീണല്ലോ ഡോഗേഷ്. ഓക്കെ ഇനി വലിയ ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നില്ല. ടെലിപ്പോർട്ട് ചെയ്യാനാണ് വിന്നുമില്ല. അതാണ് വേറെ കോമഡി. ഇനി ഓടിപ്പോവുക തന്നെ, വേറെ വഴിയൊന്നുമില്ല. ഡോഗേഷ് കുമാറിൻ്റെ ഓട്ടം കാണാൻ ഭയങ്കര ചിരി വരുന്നു. ഓക്കെ
ഇത് പോയപാട് നമ്മൾ ഓടുക. ഇത് നമുക്ക് നേരെ ഇങ്ങ് പോയാൽ പോരാ. നമ്മളെന്തിനാണ് അവിടെ നിൽക്കുന്നത്? നമ്മൾ ഡോഗേഷ് കുമാറിൻ്റെ സ്പീഡായിരിക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇത് പോയിട്ട് വേണം നമ്മൾ ഒരിക്കലും ആക്രാന്തി കാണിക്കരുത്. നമ്മൾ ശ്രദ്ധിച്ച് വേണം കളിക്കാൻ. ഡോഗേഷ് കുമാറെ തുള്ളിക്കോ ഡോഗേഷ്. നമ്മൾ സ്വന്തം ഡോഗേഷ് കുമാർ ഇങ്ങെത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് പോയപാട് അതിൻ്റെ ബാക്ക് തന്നെ ഓടുക. ഡോഗേഷ് കുമാറെ നിന്നെ കൊണ്ടാവുമടാ. അപ്പോൾ ഡോഗേഷ് കുമാറിനായിരിക്കും ഓട്ടത്തിൽ തോൽപ്പിക്കാനാവുക. നമ്മളെ കിങ്ങിണി പൂച്ചേനെ പോലെ അല്ല ഡോഗേഷ് കുമാർ. ഭയങ്കര കഴിവേറിയാണ്. പക്ഷെ ഇപ്പോൾ കഴിവേറി പറ്റിപ്പോവുകയും അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും നമ്മളെ സ്വന്തം ഡോഗേഷ് കുമാറിന്. നമ്മളത് ശ്രദ്ധിക്കണം. ഒന്നും പറ്റാണ്ട് ഇവിടെ ജസ്റ്റ് മിസ്സടാ. ഡോഗേഷ് കുമാർ ഇപ്പോൾ കരിഞ്ഞു പോയി ലാവയിൽ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിനി ട്രയൽ വാങ്ങണോ? ഇൻവോൾവ് ചെയ്യാനാവുമോ? ഇല്ലടാ, നമുക്ക് ഇനിയും വിന്ന് വേണം. ഇനിയും നമുക്ക് ഒരു 200 വിന്ന് വേണം. എന്നാലേ നമ്മളെ ഇൻവോൾവ് ശരിയാവും. നമ്മൾ ട്രയൽ തന്നെ വാങ്ങാം. ഓക്കെ, നമ്മൾ ട്രയൽ വാങ്ങിയിട്ടുണ്ട്. ട്രയലിനെ കൊണ്ട് എന്താ ഓക്കെ നമുക്ക് നല്ലോണം ഇപ്പോൾ കൂടുന്നുണ്ട്. നമ്മളിപ്പോൾ ഡോഗേഷ് കുമാർ 2 ഇരട്ടി പവറോടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡോഗേഷ് കുമാറിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. ഇതൊന്നും വേഗം വന്നിട്ടുണ്ടേ പോകാനാവും. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതൊന്നും വലിയ കാര്യമല്ല നമുക്ക്. ഓക്കെ, ഇതെല്ലാം നമുക്ക് സുഖമായിട്ട് നമുക്ക് പരമാവധി 40 ലെവലാക്കിയിട്ട് മറ്റേ ഒരിതും കൂടി ചാടിക്കിടക്കാൻ പറ്റുമെന്ന് നോക്കണം. ഓക്കെ, നമുക്കതാണ് ഇനി നമ്മൾ ലക്ഷ്യം. അതും കൂടിയും പറ്റിയിട്ടുണ്ട്. നമുക്ക് ആടെ വെച്ച് നിർത്താം. ഓക്കെ, നമുക്ക് ആടെ വെച്ച് നിർത്തിയിട്ട് ഇതിൻ്റെ സെക്കൻഡ് പറഞ്ഞാൽ ഉടനെ തന്നെ ഇറക്കുന്നതായിരിക്കും. ഓക്കെ, ഇതൊന്നും നമ്മൾ ഡോഗേഷ് കുമാറിന് വലിയ പുത്തിരിയായ കാര്യമില്ല. നമ്മൾ സുഖമായിട്ട് ഓടും. ഓക്കെ, ഡോഗേഷ് കുമാർക്ക് എടാ എന്താണ് ഇപ്പം ഞാൻ കണ്ടത്? ഞാൻ ഇപ്പോൾ അവിടെ ചമ്മന്തിയല്ല, ഞാൻ ഇപ്പോൾ അവിടെ കരിഞ്ഞു പോയി. ഓക്കെ, ഓടിക്കോ ഓടും. ഓക്കെ, നമുക്ക് ഇവിടെ കയറി എന്നിട്ട് 40 ലെവലാക്കിയാലോ? എന്താ മക്കളെ ഐഡിയ? അടിപൊളിയല്ലേ? നമുക്ക് 40 ലെവലാക്കിയാലോ? ഇവിടെ കയറി നിന്നിട്ട് ഡോഗേഷ് കുമാർ ഓടുന്നുണ്ട്. മറ്റേ കുതിരയാട്ടം ഓടുന്ന പോലെയാണ് ഓടുന്നത്. ഷാഗി അത്രയേ ഉള്ളൂ ഡോഗേഷ് ഏട്ടൻ. എന്നാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്തായിട്ടും ഈ വീഡിയോ 250 വിന്നും കൂടി എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. കാരണം ഇത് അത്യാവശ്യം ലോങ് ആയി തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു 50 സ്റ്റെപ്പിൻ്റെ വിന്നും കൂടി അങ്ങ് എടുക്കാം. അതെടുത്താൽ ഇനി നമുക്ക് 200 വിന്നുണ്ടെങ്കിൽ എടുക്കാനാവും. എടുക്ക് ഒറ്റ മൈൻഡ്. നമ്മൾ പിന്നെ വിന്നലിങ്ങനെ എറിയുന്നതാണ്. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോഗേഷ് കുമാറിന് വേണ്ടി ഒരു ലൈക്ക് അടിക്കുക.